വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആകെ പാറ്റ ശല്യം കേട്ടോ. നമ്മുടെ വീട്ടിലൊരു ബൾബ് ഇടാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ നേരെ നമ്മുടെ കോഴിക്കുട്ടന്മാരുടെ ബൾബ് ഇട്ട് കൊടുത്തു കേട്ടോ. പാറ്റകളെല്ലാം നേരെ അങ്ങോട്ട് ഇതേ ചാടി പിടിക്കുന്നത് കണ്ടോ. അങ്ങനെ പിന്നെ അങ്ങോട്ട് ഒരു മത്സരമായിരുന്നു കേട്ടോ. എല്ലാവർക്കും മാറി മാറി ആ പാറ്റ പിടിക്കാൻ പറ്റും. ചാടി പിടിക്കാനല്ല കേട്ടോ ബുദ്ധിമുട്ട്, കിട്ടിയ സാധനം കഴിക്കാനാട്ടോ ബുദ്ധിമുട്ട്. കാരണം കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരെന്ന് പറഞ്ഞ പോലെ ആരോഗ്യമുള്ളവന്മാർ എന്തായാലും തട്ടിയെടുത്തോണ്ട് പോകും കേട്ടോ. അങ്ങനെ ഏതായാലും ചാടി പിടിക്കുന്നത് ഒരാളും കൊണ്ടുവന്നത് മറ്റൊരാളായിരിക്കും കേട്ടോ. അങ്ങനെ ഓട്ടം കൊണ്ട് ഓട്ടമാണ്. തട്ടിയെടുത്ത പാറ്റയെ എവിടെ കൊണ്ടുപോയിട്ട് കഴിക്കുന്ന അറിയാത്ത കൺഫ്യൂഷനാട്ടോ കോഴിക്കുട്ടികൾ. പാറ്റകളെ പിടിച്ച് കലിപ്പ് തീരാത്ത കോഴിക്കുഞ്ഞുങ്ങളെ മുന്നിൽപ്പെട്ടത് എട്ടുകാലിയാണ്. കോഴിക്കുട്ടികൾക്ക് എന്ത് എട്ടുകാലിയില്ലേ? പാറ്റയെ കിട്ടാൻ സങ്കടത്തിൽ നിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇതേ എട്ടുകാലിയെങ്കിൽ എട്ടുകാലി കേട്ടോ. ഒന്നും രണ്ടും തവണയൊക്കെ ചാടി നോക്കി, കിട്ടിയില്ല. അവസാനം എന്തേ ഈ കേവൻ ഒന്ന് ചാടി നോക്കി കേട്ടോ. ഒറ്റ കൊത്തിന് ഇതാ എട്ടുകാലിയും കൊണ്ട് ഇതാ താഴോട്ട്. അങ്ങനെ അങ്ങോട്ടൊരു യുദ്ധമാട്ടോ. ഇനി ആർക്ക് എന്തൊന്നും അറിയില്ല. അപ്പോൾ മൂലയ്ക്ക് പോയി ഇതാ ആശാൻ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും എന്താ വേറൊരിടത്തും പിന്നോട്ട് ചെയ്യുന്നു. എന്തായാലും കൊടുക്കുന്നില്ല എന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുന്ന കേട്ടോ ആള്. പാർട്ടി തിന്നിട്ടും എട്ടുകാലിയെ കഴിച്ചിട്ടും ദേ യുവമാരുടെ വിശപ്പടങ്ങിയിട്ടില്ല കേട്ടോ. ആള് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. കൈ വെച്ചു കൊടുത്താൽ കൈയിന് വരെ കൊത്താവുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് അവന്മാർ. ആദ്യം കൊണ്ടുവന്നതിൽ 8 എണ്ണത്തിൽ 5 എണ്ണം നമുക്ക് കിട്ടിയിട്ടോ. 3 ചത്തുപോയി. ഇന്ന് വൈകുന്നേരം ഞാനൊരു 15 എണ്ണം കൂടി വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ 18 എണ്ണം ഉണ്ട്. എത്ര എണ്ണം ബാക്കിയുണ്ടോ നോക്കട്ടെ നമുക്ക്.